എല്ലാവർക്കും മീരാസ് ഇംഗ്ലീഷ് ഹബിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നത്. ഈ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പേ ടി.എസ്. എലിയറ്റിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന എസ്സേയെ അടുത്തറിയാം. ടി.എസ്. എലിയറ്റ് HSST എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് എന്ന് പറയാം. കാരണം അദ്ദേഹത്തിന്റെ 3 വർക്ക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ്, മർഡർ ഇൻ ദി കത്തീഡ്രൽ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് അടുത്തറിയുന്നത് നമുക്ക് ഈ വർക്ക്സിനെയൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ടി.എസ്. എലിയറ്റിന്റെ ഫുൾ നെയിം എല്ലാവർക്കും അറിയാവുന്നതാണ്, തോമസ് സ്റ്റേൺസ് എലിയറ്റ്. അദ്ദേഹം ഒരു പോയറ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്, ഒരു പ്ലേ റൈറ്റ് ആണ്, പബ്ലിഷർ ആണ്, ലിറ്റററി ക്രിറ്റിക് ആൻഡ് എഡിറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ടി.എസ്. എലിയറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ലൈഫ് ടൈം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 26 സെപ്റ്റംബർ 1888 ടു 4th ജാനുവരി 1965 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം 20th സെഞ്ചുറിയിലെ ഒരു മേജർ പോയറ്റ് ആണ് എന്ന് നമുക്കറിയാം. മോഡേൺ പോയട്രി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പേരാണ് നമ്മളുടെ മനസ്സിലൊക്കെ വരുന്നത്. ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് പഠിക്കാത്തവരും അത് ആസ്വദിക്കാത്തവരുമായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മോഡേൺ പോയട്രിയുടെ സെൻട്രൽ ഫിഗർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ്. അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അമേരിക്കൻ ആയിട്ടാണ് ജനിക്കുന്നത്. 1927 അദ്ദേഹം ബ്രിട്ടീഷ് സിറ്റിസൺ ആയി മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ട് മാറുന്നത് 1927 ടു 1965 വരെ, അദ്ദേഹത്തിന്റെ ഡെത്ത് വരെ അദ്ദേഹം ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരുന്നു. ഫ്രം 1927 ഓൺവേർഡ്സ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അതായത് അദ്ദേഹം അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു ജനിക്കുന്ന സമയത്ത് 1927 വരെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ട് മാറുന്നുണ്ട്. ടി.എസ്. എലിയറ്റ് വാസ് ബോൺ അറ്റ് സെന്റ് ലൂയിസ്, മിസൗറി ടു എ ബോസൺ ഫാമിലി. അദ്ദേഹത്തിന്റെ പാരന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാദർ ഹെൻറി വെയർ എലിയറ്റ്, അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു, ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് കൂടി ആയിരുന്നു എന്ന് ഓർക്കുക. അദ്ദേഹത്തിന്റെ മദർ ഷാർലറ്റ് ഷാംപ് എലിയറ്റ്, she was a school teacher, poet, biographer and social worker. അദ്ദേഹത്തിന് പല സ്ത്രീകളുമായിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും അദ്ദേഹം മാരി ചെയ്തിട്ടുള്ളത് 2 പേരെയാണ്, വിവിൻ ഹെയ്വുഡും അതുപോലെ തന്നെ വെലേറി എലിയറ്റ്. അപ്പോൾ ഈ പേര് ഒന്ന് ഓർത്തിരിക്കുക. കൂടെ എമിലി ഹെയിലിന്റെ പേര് കൂടി ഒന്ന് മറക്കാതിരിക്കുക, എമിലി ഹെയിൽ. എമിലി ഹെയിലുമായിട്ട് അദ്ദേഹത്തിന് 1933 ടു 1946 വരെ 1946 വരെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിലൂടെ വരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ്ലി ലെറ്റേഴ്സ് ത്രൂ ആയിരുന്നു ആ ഒരു ടൈമിൽ നടന്നിരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുന്ന സമയത്ത് ടി.എസ്. എലിയറ്റ് എമിലി ഹെയിലിന് അയച്ച ലെറ്റേഴ്സ് എല്ലാം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോട്ട് ഡൊണേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോട്ടാണ് ഡൊണേറ്റ് ചെയ്തത്. ഈ ലെറ്റേഴ്സ് എല്ലാം 2020 വരെ അവിടെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതറിഞ്ഞ നമ്മൾ ടി.എസ്. എലിയറ്റ് വെറുതെ ഇരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എമിലി ഹെയിൽ അദ്ദേഹത്തിന് അയച്ച ലെറ്റേഴ്സ് എല്ലാം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലോട്ട് ഡൊണേറ്റ് ചെയ്തു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലോട്ടാണ് അദ്ദേഹം ഡൊണേറ്റ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, എന്നാണോ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഈ ലെറ്റേഴ്സ്, എമിലി ഹെയിൽ സബ്മിറ്റ് ചെയ്ത ലെറ്റേഴ്സ് ഓപ്പൺ ചെയ്യുന്നത്, സീൽഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഓപ്പൺ ചെയ്യുന്നത്, അന്ന് ഈ ലെറ്റേഴ്സും ഓപ്പൺ ചെയ്യപ്പെടണം എന്ന് ടി.എസ്. എലിയറ്റ് അവരോട് പറഞ്ഞിരുന്നു. ടി.എസ്. എലിയറ്റിന്റെ ഫസ്റ്റ് അട്രാക്റ്റഡ് മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വർക്കാണ് ദി ലവ് സോങ് ഓഫ് ദി ജെ ആൽഫ്രഡ് പ്രഫോക്ക്. 1915 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 1915 ജൂണിലാണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഈ വർക്ക് അറിയപ്പെടുന്നത് ഫസ്റ്റ് പ്രൊഫഷണലി പബ്ലിഷ്ഡ് പോം ബൈ അമേരിക്കൻ ബോൺ ബ്രിട്ടീഷ് പോയറ്റ് ടി.എസ്. എലിയറ്റ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന വർക്കാണ് ദി ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രഫോക്ക്. ഈ വർക്ക് ജൂൺ 1915 പബ്ലിഷ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു.
ഇത് പബ്ലിഷ് ചെയ്ത ആ ഒരു മാഗസിൻ, എ പോയിട്രി എ മാഗസിൻ ഓഫ് വേഴ്സ് എന്ന മാഗസിനിലാണ് ഈ ഒരു പോം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അത് നമ്മളുടെ അതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് എസ്ര പൗണ്ട് ആണ് എന്ന് ഓർക്കുക. ഓക്കെ, അതിന്റെ ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ടുള്ളത് എസ്ര പൗണ്ട് ആയിരുന്നു. ഈ വർക്ക് തന്നെ പിന്നീട് പ്രിന്റ് ചെയ്യപ്പെട്ടത് ഒരു 12 പോം പാംഫ്ലെറ്റ് അല്ലെങ്കിൽ ഒരു ചാപ്പ് ബുക്ക് ആയിട്ടായിരുന്നു എന്ന് ഓർക്കുക. അന്ന് അതിന്റെ ടൈറ്റിൽ പ്രഫോർക്ക് ആൻഡ് ദി ഒബ്സർവേഷൻ 1917 ഈ ഒരു ടൈറ്റിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രഫോർക്ക് എന്ന വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അന്ന് അതൊരു ഔട്ട്ലാൻഡിഷ് വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നു എങ്കിലും ഇന്ന് ഈ ഒരു വർക്ക് അറിയപ്പെടുന്നത് ഒരു പാരഡിഗ്മാറ്റിക് കൾച്ചറൽ ഷിഫ്റ്റ്, അതായത് 19th സെഞ്ചുറിയിലെ റൊമാൻറ്റിക് വേഴ്സ് ആൻഡ് ഗ്രിഗോറിയൻ റിലിക്സ്, നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാം അല്ലെ, റൊമാൻറ്റിക് പോയിട്രിയും മോഡേൺ പോയിട്രിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് കൊണ്ടുവരാൻ സാധിച്ച ഒരു വർക്ക് ആയിട്ട് ഇന്ന് ഇതിനെ കാണാറുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ടി.എസ്. എലിയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വർക്കാണ് ദി വേസ്റ്റ് ലാൻഡ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് വേസ്റ്റ് ലാൻഡ്. വേസ്റ്റ് ലാൻഡിന്റെ പബ്ലിക്കേഷൻ ഇയർ ഒക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ സെറ്റിനും നെറ്റിനൊക്കെ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ദി വേസ്റ്റ് ലാൻഡ് 1922. വേസ്റ്റ് ലാൻഡ് 1922 ഇയർ എടുത്ത് പറയാൻ കാരണം ഈ വർഷം, അതായത് 2022 ഇത് ഈ ഒരു വർക്കിന്റെ 100th ആനിവേഴ്സറി ഇയർ ആയിരുന്നു എന്നുകൂടി ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് കൂടി ഈ ഒരു ഏരിയയിൽ നിന്നും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഫസ്റ്റ് യു കെയില് എലിയറ്റിന്റെ ദി ക്രൈറ്റീരിയൻ എന്ന വർക്കിലാണ്, ക്രൈറ്റീരിയൻ എന്ന മാഗസിന്റെ ഒക്ടോബർ ഇഷ്യൂലാണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഒക്ടോബർ ഇഷ്യൂ, അതായത് ഒക്ടോബർ 1922 ആദ്യം പബ്ലിഷ് ചെയ്യപ്പെടുന്നു. പിന്നീട് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നവംബർ ഇഷ്യൂ, ദി ഡയൽ എന്ന മാഗസിന്റെ നവംബർ ഇഷ്യൂല് പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തത് ഡിസംബർ 1922 അപ്പൊ ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതിലെ ഫേമസ് ഫ്രേസസ് ആണ് നമുക്കറിയാം. ഏപ്രിൽ ഈസ് ദി ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ചോസറുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ നമുക്കറിയാം. ചോസർ അവിടെ പറയുന്നത് വെൻ ഏപ്രിൽ വിത്ത് സൂര്യ സൂട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ്. ഏപ്രിലിനെ ഒരു ക്രൂവലസ്റ്റ് മന്ത് ആയിട്ടാണ് ടി.എസ്. എലിയറ്റ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് ഓപ്പണിംഗ് ലൈൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് ഐ വിൽ ഷോ യു ഫിയർ ഇൻ എ ഹാൻഡ്ഫുൾ ഓഫ് ഡസ്റ്റ്. ഓക്കെ, ഇതൊക്കെ ഇതിലെ ഫേമസ് വരികളാണ്. അതുപോലെ തന്നെ സംസ്കൃത് മന്ത്ര ശാന്തി 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 നമുക്ക് ഈ ഒരു വർക്കിൽ കാണാൻ സാധിക്കുന്നു. കൂടാതെ ഈ ഒരു വർക്ക് 5 പാർട്ടുകളിലായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. 5 സെക്ഷൻസ് ആണ് ഈ ഒരു പോമിനുള്ളത്. ഫസ്റ്റ് വൺ ദി ബറിയൽ ഓഫ് ദി ഡെഡ്, സെക്കൻഡ് വൺ എ ഗെയിം ഓഫ് ചെസ്, തേർഡ് വൺ എന്താണ് ദി ഫയർ സെർമൺ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡെത്ത് ബൈ വാട്ടർ, ആൻഡ് ദി ലാസ്റ്റ് വൺ വാട്ട് ദി തണ്ടർ സെഡ്. ഓക്കെ, ഇത്രയുമാണ് വേസ്റ്റ് ലാൻഡിനെ കുറിച്ച് ജനറൽ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ 434 ലൈൻസ് ആണ് ഈ ഒരു പോമിനുള്ളത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അടുത്തത് ടി.എസ്. എലിയറ്റിന്റെ മറ്റൊരു വർക്ക് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ദി ഹോളോ മെൻ. 1925 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 1925 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ആംഗ്ലിക്കനിസത്തിലോട്ട് കൺവേർട്ട് ആകുന്നത് 1927 അപ്പൊ അതിന് 2 വർഷം മുമ്പാണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെ. ഈ ഒരു വർക്കിന്റെ തീം എന്ന് പറയുന്നത് നമ്മളുടെ പോസ്റ്റ് വേൾഡ് വാർ, ഫസ്റ്റ് യൂറോപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അവരുടെ ഹോപ്പ്ലെസ്നെസ്, റിലീജിയസ് കൺവേർഷൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഈ ഒരു വർക്കിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാരേജിന്റെ തകർച്ച കൂടി ഈ ഒരു വർക്കിന് കാരണമായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു. കാരണം വിവിൻ ഹേയ്വുഡുമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രേക്കപ്പ്, റിലേഷൻഷിപ്പിന്റെ തകർച്ച കൂടി ഈ ഒരു വർക്കിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു വർക്കിലെ വളരെ ഓഫ് കോട്ടഡ് ആയിട്ടുള്ള ഒരു വരിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദിസ് ഈസ് ദി വേ ദി വേൾഡ് എൻഡ്സ് നോട്ട് വിത്ത് എ ബാങ്ക് ബട്ട് എ വിംപർ. വിംപർ എന്ന് പറയുന്നത് ഒരു തേങ്ങൽ, കരച്ചിൽ. അപ്പോ ഈ വേൾഡ് അവസാനിക്കാൻ പോകുന്നു അല്ലെ. എങ്ങനെയാണ്? ഒരു ബാങ്ക്, ഒരു പൊട്ടിത്തെറിയോട് കൂടിയൊന്നുമല്ല, ബട്ട് വിത്ത് എ വിംപർ, ഒരു തേങ്ങലോട് കൂടി. അങ്ങനെയാണ്
ഈ ലോകം അവസാനിക്കുന്ന എന്ന രീതിയിലുള്ള ഒരു വരിയാണ്. ഇത് വളരെ ഓഫ് കോട്ടഡ് ആയിട്ടുള്ള ടി.എസ്. എലിയറ്റിന്റെ ഒരു ലൈനാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ടൈറ്റിൽ ദി ഹോളോ മെൻ എന്ന ടൈറ്റിൽ അത് രണ്ട് ടൈറ്റിൽസിന്റെ കോമ്പിനേഷൻ ആണ്. അതായത് ഹോളോ ലാൻഡ്, വില്യം മോറിസ് എന്ന റൈറ്ററിന്റെ ഹോളോ ലാൻഡിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ റുഡിയാർഡ് കിപ്ലിംഗിന്റെ ബ്രോക്കൺ മെനിൽ നിന്നും എടുത്തിട്ടുള്ള മെൻ, അതുപോലെ തന്നെ ഈ ഹോളോ വില്യം മോറിസിൽ നിന്നും എടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഹോളോ മെൻ. 1925 ഹോളോ മെൻ എന്ന ടൈറ്റിൽ അദ്ദേഹത്തിന്റെ ഈ വർക്കിന് കിട്ടിയിട്ടുള്ളത്. അടുത്തത് ടി.എസ്. എലിയറ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ആണ് ആഷ് വെനസ്ഡേ. ആഷ് വെനസ്ഡേ പബ്ലിഷ് ചെയ്യുന്ന ഇയർ ഒന്ന് നോക്കൂ, 1927. ടി.എസ്. എലിയറ്റുമായിട്ട് ഈ ഒരു ഇയറിന് ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നമുക്കറിയാം. അദ്ദേഹം ആംഗ്ലിക്കനിസത്തിലോട്ട് കൺവേർട്ട് ആയ ഒരു ഇയർ ആണ് ഏത്, നമ്മളുടെ 1927. ഓക്കെ, അപ്പൊ 1927 ഈ ഒരു വർക്ക് എഴുതപ്പെടുന്നത്. ആഷ് വെനസ്ഡേ എന്ന വർക്ക് ടി.എസ്. എലിയറ്റ് എഴുതുന്നത്. ഇനി ഈ ലോങ് പോം, ആഷ് വെനസ്ഡേ എന്നത് ഒരു ലോങ് പോം ആണ്. ഈ പോം പബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1930 എന്ന് ഓർക്കുക. ഇനി കൂടാതെ എലിയറ്റിന്റെ കൺവേർഷൻ പോം എന്നറിയപ്പെടുന്നതും ആഷ് വെനസ്ഡേ തന്നെയാണ്. ഇനി ആഷ് വെനസ്ഡേ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ക്രിസ്ത്യൻ ഫാസ്റ്റ് ഡേയുമായിട്ട് 40 days ബിഫോർ ഈസ്റ്റർ, അതിൽ നിന്നുമാണ് ഈ ഒരു ടൈറ്റിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ടി.എസ്. എലിയറ്റിന്റെ മറ്റൊരു വർക്കാണ് ഫോർ ക്വാർട്ടറ്റ്സ്. ഇത് ഒരു സെറ്റ് ഓഫ് 4 poems ആണ്. ഇതിൽ ഫസ്റ്റ് പോം ആദ്യം പബ്ലിഷ് ചെയ്യപ്പെട്ടത് ബേൺഡ് നോർട്ടൺ എന്നൊരു വർക്കാണ്. മറ്റു 3 poems ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഈസ്റ്റ് കോക്കർ, ദി ഡ്രൈ സാൽവേജസ് ആൻഡ് ലിറ്റിൽ ഗിദിങ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന പോംസ്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ള ഒരു വർക്ക് തന്നെയാണ് മർഡർ ഇൻ ദി കത്തീഡ്രൽ. 1935 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇതൊരു വേഴ്സ് ഡ്രാമയാണ് എന്ന് ഓർക്കുക. ഇത് ഫസ്റ്റ് പെർഫോം ചെയ്യുന്ന ഇയർ ആണ്. 1935. ഓക്കെ, ഫസ്റ്റ് പെർഫോം ചെയ്യുന്നു. ഇനി ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അസാസിനേഷൻ ഓഫ് ആർക്ക് ബിഷപ്പ് തോമസ് ബെക്കറ്റ് അല്ലെ, ഇൻ ദി കാന്റർബറി കത്തീഡ്രൽ. അത് ഏത് കിങ്ങിന്റെ പീരീഡിലായിരുന്നു എന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹെൻറി സെക്കൻഡ്. ഓക്കെ, ഹെൻറി സെക്കൻഡിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഹെൻറി സെക്കൻഡ് ഇൻ 1170. ഹെൻറി സെക്കൻഡ് ഇൻ 1170 ഈ ഒരു ടൈമിലാണ് അദ്ദേഹം മർഡർ ചെയ്യപ്പെടുന്നത് എന്ന് ഓർക്കുക. അടുത്തത് ടി.എസ്. എലിയറ്റിന്റെ മറ്റൊരു വർക്ക് ദി കോക്ടെയിൽ പാർട്ടി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടി.എസ്. എലിയറ്റ് എഴുതിയിട്ടുള്ള 7 പ്ലേസിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിട്ട് തന്നെ നമുക്ക് കോക്ടെയിൽ പാർട്ടിയെ കണക്കാക്കാവുന്നതാണ്. പക്ഷേ ടി.എസ്. എലിയറ്റ് എന്ന് പറയുമ്പോൾ, പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ മർഡർ ഇൻ ദി കത്തീഡ്രൽ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. 1935 തന്നെയാണ് അതും പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇനി കോക്ടെയിൽ പാർട്ടി എന്ന വർക്ക്, അതിന്റെ സ്റ്റോറി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആൽസെസ്റ്റിസ് ബൈ യൂറിപ്പിഡിസിന്റെ ആൽസെസ്റ്റിസ് എന്ന വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. 1948 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നുണ്ട് ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് പൈനിയർ കോൺട്രിബ്യൂഷൻ ടു ദി പ്രസന്റ് ഡേ പോയിട്രി. 1948 ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. ഇനി അടുത്തൊരു കാര്യം നോക്കൂ, ഓൾഡ് പോസംസ് ബുക്ക് ഓഫ് പ്രാക്ടിക്കൽ കാറ്റ്സ്. ഓൾഡ് പോസംസ് ബുക്ക് ഓഫ് പ്രാക്ടിക്കൽ കാറ്റ്സ് എന്ന വർക്കാണ് 1939 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇതൊരു കളക്ഷൻ ആണ്, അതായത് ലൈറ്റ് പോംസ് ആണ് ടി.എസ്. എലിയറ്റ് ഈ ഒരു വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് ഫെലീൻ സൈക്കോളജി, അതായത് കാറ്റിന്റെ സയന്റിഫിക് നെയിം ആണ് ഫെലിസ് കാറ്റസ് എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഫെലീൻ സൈക്കോളജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ അവരുടെ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കുന്ന ഒരു വർക്കാണ് ഓൾഡ് പോസംസ് ബുക്ക് ഓഫ് പ്രാക്ടിക്കൽ കാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പോസം എന്ന എലിയറ്റിനെ വിളിച്ചിരുന്നത് എസ്ര പൗണ്ട് ആയിരുന്നു. ഓക്കെ, അപ്പൊ എലിയറ്റിന്റെ ഒരു നിക് നെയിം കൂടി ആയിരുന്നു എന്ത്, പോസം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പോസം. ആരായിരുന്നു ഈ പേര് പറഞ്ഞ് എലിയറ്റിനെ വിളിക്കാറുണ്ടായിരുന്നത്? എസ്ര പൗണ്ട് ആണ് കേട്ടോ, എസ്ര പൗണ്ട്. ഓക്കെ, അപ്പൊ ഈ പോസം എന്ന നിക് നെയിം കൂടി എലിയറ്റിന് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ന്യൂ ക്രിറ്റിസിസം എന്ന സ്കൂളിനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ് ടി.എസ്. എലിയറ്റ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു,
Criticism was merely a byproduct of his private poetry workshop. Criticism was merely a byproduct of his private poetry workshop. ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ആര് പറഞ്ഞതാണ്? ഈ കമന്റ്സ് എഴുതാൻ വേണ്ടി തന്നെ നിങ്ങൾ ഒരു കുഞ്ഞു ബുക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് അതിങ്ങനെ കിട്ടുമ്പോൾ ഓരോരോ കമന്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾ ആര് പറഞ്ഞതാണ്, ഏത് ഒക്കേഷൻ ആണ്, അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്തൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കുക. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി അദ്ദേഹത്തിന്റെ നമുക്ക് പഠിക്കാനുള്ള വർക്കിലോട്ട് നമ്മൾ എത്തുന്നു. ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്യുന്നത്? 1990. അപ്പൊ ഇവിടെ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1990 ദി ഈഗോയിസ്റ്റ് എന്ന മാഗസിനിലാണ്. പിന്നീട് ദി സേക്രഡ് വുഡ് എന്ന വർക്കിലാണ് 1920 പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഈ സേക്രഡ് വുഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് T.S. എലിയറ്റിന്റെ ഫസ്റ്റ് ബുക്ക് ഓഫ് ക്രിറ്റിസിസം കൂടിയായിരുന്നു എന്ന് ഓർക്കുക. ഫസ്റ്റ് ബുക്ക് ഓഫ് ക്രിറ്റിസിസം ആയിരുന്നു സേക്രഡ് വുഡ്. അതിൽ 1920 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് സേക്രഡ് വുഡ് എന്ന കളക്ഷനിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. ഇത് ബുക്കല്ല, വുഡ് ആണ് കേട്ടോ, സേക്രഡ് വുഡ്. ഈ സേക്രഡ് വുഡ് എന്ന കളക്ഷനെ കുറിച്ച് നമുക്ക് 2-3 പോയിന്റ്സ് കൂടി നോക്കി പോകാം. സേക്രഡ് വുഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 20 essaysന്റെ കളക്ഷൻ ആണ്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള T.S. എലിയറ്റിന്റെ ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള എസ്സേ ആണ് ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്. ഇതൊക്കെ ഈ ഒരു വർക്കിലാണ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി മറ്റൊരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഫിലിപ്പ് മാസിഞ്ചറിന്റെ എസ്സേ ഈ ഒരു വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫിലിപ്പ് മാസിഞ്ചറിന്റെ എസ്സേ, ഈ ഒരു എസ്സേയിലെ ഫേമസ് ലൈൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ദ ഇമ്മച്വർ പോയറ്റ്സ് ഇമിറ്റേറ്റ് മെച്വർ പോയറ്റ്സ് സ്റ്റീൽ എന്നത്. ഇത് പലപ്പോഴും മിസ്കോട്ട് ചെയ്യപ്പെടാറുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള വരിയാണ്. മിസ്കോട്ട് ചെയ്യപ്പെടും, തിരിഞ്ഞു പോകാറുണ്ട്. മെച്വർ പോയറ്റ്സ് ഇമിറ്റേറ്റ്, ഇമ്മച്വർ പോയറ്റ്സ് സ്റ്റീൽ എന്ന രീതിയിൽ തിരിഞ്ഞു പോകാറുള്ള ഒരു വരിയാണ്. ഫിലിപ്പ് മാസിഞ്ചറിന്റെ എസ്സേ ആണ്. ഇനി ഞാൻ പറഞ്ഞു ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന എസ്സേ ഇതിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അത് ഒരു ക്രിട്ടിക്കൽ റീഡിംഗ് ഓഫ് ഹാംലെറ്റ്, ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന വർക്കിന്റെ ഒരു ക്രിട്ടിക്കൽ റീഡിംഗ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് ഹാംലെറ്റ് ഈസ് മോസ്റ്റ് സർട്ടൻലി ആൻ ആർട്ടിസ്റ്റിക് ഫെയിലിയർ. T.S. എലിയറ്റിന്റെ ഒബ്സർവേഷൻ ആണ്. ഇതും എക്സാമിനൊക്കെ ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് T.S. എലിയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കോൺസെപ്റ്റ് മനസ്സിൽ ഓർമ്മ വരും. അതാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന തിയറിനെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നത് നമ്മളുടെ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന എസ്സേയിലാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന എസ്സേയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മീൻ ചെയ്യുന്നത്, അതായത് ഒരു പോസിറ്റീവ് കണക്ഷൻ, അതായത് ഒരു പോയിന്റ് എന്താണോ എക്സ്പ്രസ്, ഏത് ഇമോഷൻ ആണോ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഇനി ആ ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഇമേജസ്, ആ സിറ്റുവേഷൻ ഒക്കെ ആ ഒരു ഇമോഷൻ കൺവേ ചെയ്യാനായിട്ട് റീഡറിനെ ഹെൽപ്പ് ചെയ്യും എന്നതാണ്. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് കണക്ഷൻ, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ് ആയാലും ഒബ്ജക്ട്സ് ആയാലും ഇമേജസ് ആയാലും ആ ഇമോഷനുമായിട്ട് ഒരു പോസിറ്റീവ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് അദ്ദേഹം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നോക്കൂ. T.S. എലിയറ്റ് സ്വയം വിശേഷിപ്പിച്ചു, അദ്ദേഹം ഒരു ക്ലാസിസിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ ആണ്, എ റോയലിസ്റ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് എ ആംഗ്ലോ കാത്തലിക് ഇൻ റിലിജിയൻ എന്ന് അദ്ദേഹം സ്വയം അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചതാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വരിയാണ്. നോട്ട് ചെയ്ത് വെച്ചോളുക. ആരാണ് ഇങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് എന്ന് ചോദിക്കാം. ഇനി എലിയറ്റ് ഡൈഡ് ഓഫ് എംഫസൈമ. അത് ഒരു ലങ് കണ്ടീഷൻ ആണ്, ലങ്സിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് ആണ്. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ T.S. എലിയറ്റിനെ ബേസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് എല്ലാം ഒരു ഔട്ട്ലൈൻ സ്കെച്ച് പോലെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസിന്റെ നോട്ട്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന എസ്സേ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.